ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ. ചേട്ടൻ ഇന്ന് നാട്ടിൽ പോയി 2 മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് സിലോപ്പിയാന്ന് തോന്നണ്, എനിക്കറിയത്തില്ല ഇത് എന്നാ മീനാന്നൊന്നും. പക്ഷെ നമുക്കെന്നാൽ അതൊന്ന് വെട്ടി വൃത്തിയാക്കാവേ. അത് നമ്മൾ കല്ലിലേക്ക് ഇട്ട് ഒരച്ച് അതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞ് നമ്മൾ വെട്ടിയെടുക്കാവേ. അല്ലെങ്കിൽ നമ്മൾ കത്തി വെച്ച് ചിരണ്ടി കഴിയുമ്പോൾ അതിലിരിക്കുന്ന കറുത്തത് ഇങ്ങനെ കറുത്തിരിക്കും, നമുക്ക് എന്തോ പോലെ തോന്നും. അത് കല്ലിലിട്ട് ഉരയ്ക്കുവാണെങ്കിൽ ആ കറുപ്പങ്ങ് പോകും. അങ്ങനെ അത് വെട്ടി കഴുകി മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആകെ 2 അല്ലേ ഉള്ളൂ. ഇവിടെ 3 പേരുണ്ടല്ലോ, അത് തന്നെ 2 ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 പേരും കൂടെ അടി കൂടും. അത് കാരണം കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, അതെല്ലാം കൂടെ എടുത്ത് വെച്ചു. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം ശകലം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാക്കാവേ. എന്നാലല്ലേ നമുക്ക് ആ മീനിലൊക്കെ തേച്ച് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. നമുക്ക് ഓരോ കഷ്ണങ്ങളൊക്കെ എടുത്ത് നമുക്ക് അതിൽ പരട്ടാട്ടോ. എന്നിട്ട് നമ്മൾ എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഓരോന്നായി എടുത്ത് എല്ലാത്തിലും നന്നായിട്ട് അതെല്ലാം തേച്ച് പിടിപ്പിക്കണേ. അങ്ങനെ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാത്തേലും അങ്ങനെ തേക്കണേ. എന്നിട്ട് എല്ലാം അങ്ങനെ നല്ല എല്ലാത്തേലും ഒരുമിച്ച് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തോടും പറ്റത്തില്ല. സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് തേക്കുക. അങ്ങനെ തേച്ചെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കുക, എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഓരോ കഷ്ണമായിട്ട് എടുത്ത് അതിലോട്ടിട്ട് വറക്കാൻ പോവാണ്. അങ്ങനെ കിടന്ന് ഇതെല്ലാം നന്നായി ഒരു വശം മുരിഞ്ഞു വന്നു കഴിയുമ്പോൾ ശേഷം അത് നമുക്ക് മറിച്ചിട്ട് നല്ലൊരു ഫിഷ് ഫ്രൈ റെഡിയാക്കാം. ഞാനെല്ലാം വറുത്ത് ഇത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് അടിപൊളി ഒരു ഫിഷ് ഫ്രൈ ആണ്. ഒരു വിഷമില്ല, മായമില്ല, ഒന്നുമില്ലാത്തൊരു ഫിഷ് ഫ്രൈ ആണ്. സൂപ്പറാണ് കേട്ടോ.